സെബാസ്റ്റ്യൻ പോൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ഒരുപക്ഷെ വലിയ തോതിൽ പ്രസക്തമായ ഒരു നിരീക്ഷണമായിരുന്നു ഒരുപക്ഷെ ഈ ബാർ കോഴിയുമായി ബന്ധപ്പെട്ട്. അത് മാണിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ അത് പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തി. കെ ബാബുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ലെവലേശം 1% പോലും സ്പർശിക്കപ്പെട്ടിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ കാര്യങ്ങളെ ടച്ച് ചെയ്തപ്പോൾ പോലും വലിയ ഗുരുതരമായ കാര്യങ്ങൾ ഒരുപക്ഷെ വിജിലൻസിന് മുന്നിലേക്ക് വന്നിട്ട് കൂടി അതും പ്രഥമ ദൃഷ്ട്യാ അതും തേടാതെ ഒരുപക്ഷെ ലെവലേശം സങ്കീർണതയിലേക്കൊന്നും പോകാത്ത രീതി സങ്കീർണത സൃഷ്ടിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വിജിലൻസ് ഉയർത്തിയിട്ട് പോലും അതിൽ പോലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. എന്നിട്ട് ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്താണ് ഒരുപക്ഷെ ഗൂഢാലോചന വ്യക്തമാവുകയാണോ? ബാബുവിലേക്ക് നിയമത്തിന്റെ ഒരുപക്ഷെ കണ്ണികളെത്താൻ ഇനി അധിക ദൂരം ഇല്ല എന്ന് വ്യക്തമാവുകയാണോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അത് KM മാണി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗൂഢാലോചന. ആ ഗൂഢാലോചന എന്നത് മാണിയെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ളതായിരുന്നു ആ ഗൂഢാലോചന. കെ ബാബു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മന്ത്രിയല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയാണ്. അദ്ദേഹമാണ് പ്രസക്തമായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ബാർ ഉടമകൾക്ക് സൗജന്യങ്ങളും സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ അധികാരമുള്ള മന്ത്രിയാണ്. ആ മന്ത്രി വലിയ തോതിൽ പണം വാങ്ങിയിരിക്കുന്നു എന്ന് ബിജു രമേശ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല, നേരത്തെ മുതലേ ആ പേര് നമ്മുടെ മുന്നിലുണ്ട്. അത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ പോലും ഇല്ലാതെ അവസാനിപ്പിക്കാൻ നടത്തിയ ശ്രമം നമ്മുടെ സംസ്ഥാനത്തെ പോലീസും വിജിലൻസും ഒക്കെ ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനം എത്രമാത്രം ഹീനമായ രീതിയിൽ ഭരണകൂടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നതിന് സ്പഷ്ടമായ തെളിവ് കൂടിയാണിത്. ഇവിടെ ഇപ്പോൾ ബാബുവിനെ രക്ഷപ്പെടുത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഗൂഢാലോചനയിൽ അതും ഉൾപ്പെടുന്നുണ്ട്. ബിജു രമേശ് ചെയ്തതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കരുത്തനായ വിസിൽ ബ്ലോവറായി ബിജു രമേശ് മാറിയിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ എന്തായോ അത് നടത്തി. ഇവിടെ പരാമർശിക്കപ്പെട്ട ലളിതകുമാരി കേസിന്റെ ആ കേസ് ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധിയിലും അത് പരാമർശിക്കുന്നുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശമനുസരിച്ച് FIR ഇടാം. തനിക്കെതിരെ FIR വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ KM മാണി പറയുന്നുണ്ട്. അത് ഈ പ്രസക്തമായ നിയമം, കോടതി വിധി അത് പരിഗണിക്കാതെയുള്ള കേവലമായ അഭിപ്രായ പ്രകടനമാണ്. ഇവിടെ ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ഏത് രീതിയിലാണെങ്കിലും പ്രാഥമികമായ അന്വേഷണം നടത്തി കെ ബാബുവിനെതിരെ FIR എടുക്കണം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെയെങ്കിൽ അതിലേക്ക് വരുമ്പോൾ, കാരണം ഞാനതിന്റെ ഗ്രാവിറ്റിയിലേക്ക് ഒരു പക്ഷേ പോയാൽ ബാർ കോഴിയുമായി ബന്ധപ്പെട്ട് മാണിയുടെ കാര്യങ്ങൾ പരിശോധിക്കുക, അവിടെ ഒന്നും ഒരു പക്ഷേ കാണാത്ത രീതിയിലുള്ള ഇടപെടലാണ് എന്തായാലും വിജിലൻസ് നടത്തുകയും വിജിലൻസിന് വലിയ തോതിലുള്ള കോടതി പരാമർശം നേരിടേണ്ടി വന്നു. അത് നീക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ പോലും ബാബുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും വിജിലൻസിന്റെ നൈതികത, വിജിലൻസിന്റെ ധാർമ്മികത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. കാരണം അത്രത്തോളം ഒരു ഇടപെടൽ, ഓരോ സാക്ഷികളെ പറ്റിയും ഒരുപക്ഷെ സാക്ഷിയുടെ മൊഴി പകർപ്പിന്ന് ബിജു രമേശ് ഞങ്ങൾ പുറത്തുവിട്ടത് പരിശോധിച്ചാൽ കൂടി അത് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ വിജിലൻസ് പോലും സ്പഷ്ടമായ പ്രതിക്കൂട്ടിലേക്ക് ആകപ്പെടുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? തീർച്ചയായും CBI കുറിച്ച് സുപ്രീം കോടതി നടത്തിയ പരാമർശമുണ്ടല്ലോ, അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ വിജിലൻസ് നിൽക്കുന്നത്. വിജിലൻസിന്റെ ഉത്തരവാദപ്പെട്ട ഡയറക്ടർ മുതൽ താഴോട്ടുള്ളവർ എപ്രകാരമാണ് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ, ദുഷ്ടമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു കേസല്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കൂടുതലായ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ പക്ഷേ KM മാണിയും കൂടെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നില്ല. ഏതായാലും ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി സർക്കാർ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ആത്മരക്ഷാർത്ഥമുള്ള കാര്യങ്ങളാണ്. അവർക്ക് ബാബുവിനെ മാത്രമല്ല മുഖ്യമന്ത്രിയെ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വിജിലൻസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കുമുണ്ട്. അതുകൊണ്ട് പ്രതിക്കൂട്ടിലേക്ക് ഒന്നാം പ്രതി എന്ന സ്ഥാനത്തേക്ക് എന്റെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി അതിവേഗം നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ നടത്തിയത്. ദയവായി താങ്കളിലേക്ക് വീണ്ടും ബന്ധപ്പെടുന്നതാണ്. കാരണം 164 സ്റ്റേറ്റ്മെന്റിന്റെ ബാബുവിന്റെ വാദങ്ങളെ ഖണ്ഡിക്കാവുന്ന മറ്റൊരു സുപ്രധാനമായ അതിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പൂർണ്ണമായും ഈ ഇടവേളയ്ക്ക് പോയ ശേഷം പ്രേക്ഷകരിലേക്ക് പുറത്തുവിടുകയാണ്. അതിൽ ഒരുപക്ഷെ കെ ബാബു കഴിഞ്ഞ ദിവസം വന്ന് നടത്തിയ പ്രസ്താവനകൾ പൊള്ളത്തരം, 100% പൊള്ളത്തരം എന്ന് വ്യക്തമാകുന്ന 164 സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഇടവേളയ്ക്ക് ശേഷം പുറത്തുവിടും.